പശ്ചിമ ഡൽഹിയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്കായി കേരളത്തിലെ നേതാക്കളും പ്രചാരണ രംഗത്തുണ്ട്. ഉത്തം നഗറിൽ നടന്ന മലയാളി സംഗമത്തിൽ കുമ്മനം രാജശേഖരനടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ചടങ്ങിൽ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. രാജ്യതലസ്ഥാനത്ത് മലയാളികൾ കൂടുതലുള്ള സ്ഥലമാണ് ഉത്തം നഗർ. പശ്ചിമ ഡൽഹി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഉത്തം നഗറിൽ മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരൻ, പി.കെ. കൃഷ്ണദാസ്, സന്ദീപ് വാര്യർ, സന്ദീപ് വാചസ്പതി തുടങ്ങിയവരാണ് സ്ഥാനാർത്ഥി കമൽജിത്ത് സെഹ്റാവത്തിന്റെ പ്രചരണത്തിനായി എത്തിയത്. ചടങ്ങിൽ സംസാരിച്ച കുമ്മനം രാജശേഖരൻ, സന്ദീപ് വാര്യർ എന്നിവർ രൂക്ഷമായ ഭാഷയിലാണ് ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നയങ്ങളെ തുറന്നു കാട്ടിയത്. ഈ ഡൽഹിയിൽ നടക്കുന്നത് അഴിമതി ഭരണമാണ്. കേജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നയാളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളോളമായി നാം കേൾക്കുന്നതെല്ലാം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സർക്കാരും നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയുമാണ്. കേജ്രിവാൾ അധികാരത്തിൽ വന്നാൽ, ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നാൽ സോണിയാഗാന്ധിയെ ജയിലടയ്ക്കും, രാഹുൽ ഗാന്ധിയെ ജയിലടയ്ക്കും, റോബർട്ട് വാദ്രയെ ജയിലടയ്ക്കും, ചിദംബരത്തിനെ ജയിലടയ്ക്കും, ശരത് പവാറിനെ ജയിലടയ്ക്കും, ലാലു പ്രസാദിനെ ജയിലടയ്ക്കും, മുലായത്തിനെ ജയിലടയ്ക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന അതേ കേജ്രിവാൾ എന്ന് പറയുകയാണ്, മോദി അധികാരത്തിൽ വന്നാൽ സോണിയാഗാന്ധിയെ ജയിലടയ്ക്കും, മോദി അധികാരത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധിയെ ജയിലടയ്ക്കും, മോദി അധികാരത്തിൽ വന്നാൽ ശരത് പവാറിനെ ജയിലടയ്ക്കും, മോദി അധികാരത്തിൽ വന്നാൽ തേജസ്വി യാദവിനെ ജയിലടയ്ക്കും, മോദി അധികാരത്തിൽ വന്നാൽ അഖിലേഷ് യാദവിനെ ജയിലടയ്ക്കും, മോദി അധികാരത്തിൽ വന്നാൽ പിണറായി വിജയനെ ജയിലടയ്ക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ കേജ്രിവാൾ പറയുന്നത്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നതിലുപരി നടന്ന മലയാളി സംഗമത്തിൽ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്. ചടങ്ങിൽ വിവിധ മേഖലയിലെ മികവാർന്ന വ്യക്തിത്വങ്ങളെ ആദരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ജനം, ഡൽഹി.